അയാൾ തൻ്റെ ശത്രുവിനെ നോക്കി. അവൾ ഇപ്പോൾ ശാന്തയായി കിടക്കുകയാണ്. ചീറി അടുക്കുന്നതേയില്ല. പുലിജന്മത്തിന് ഇത്ര സൗമ്യതയോ? കാലത്ത് ടൂറിന് പുറപ്പെടുമ്പോൾ അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു, നിന്റെ ആവേശമൊന്നും പുറത്തേക്കെടുക്കരുത്. പക്ഷേ മൃഗശാലയിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകൾ സ്മൃതിപഥത്തിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. വൃത്താകൃതിയുള്ള മൈതാനിയിൽ പ്രത്യേകമായി വളർത്തുന്ന പുള്ളിപ്പുലിയെ കമ്പിവേലികൾക്കിടയിലൂടെ നോക്കിയപ്പോൾ തോന്നിയ കൗതുകം. ഉയർത്തിക്കെട്ടിയ മതിലിന് മുകളിൽ കയറി ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂട്ടുകാരും പറഞ്ഞു, വേണ്ടടാ. അവൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഒരാവേശത്തിലാണ് മതിലിന്മേൽ ചാടിക്കയറിയത്. ഹായ്, സുന്ദരനായ പുള്ളിപ്പുലി. ക്രൗര്യം കാട്ടാതെ സൗമ്യഭാവത്തിൽ 1-2 സ്നാപ്പ് എടുത്തപ്പോഴേക്കും കാൽ വഴുതി അവൾക്കരികിലേക്ക്. ഇനി അവൾ തൻ്റെ കഥ കഴിച്ചത് തന്നെ. സൗമ്യത ക്രൂരതയ്ക്ക് വഴിമാറാൻ നിമിഷങ്ങൾ മതി. തന്നെ രക്ഷപ്പെടുത്താൻ തുനിയുന്ന ആരെങ്കിലുമുണ്ടോ എന്ന് പ്രതീക്ഷയോടെ അയാൾ മുകളിലേക്ക് നോക്കി. ഇല്ല, ആരുമില്ല. തൻ്റെ സുഹൃത്തുക്കളും അപകടമറിഞ്ഞെത്തിയവരും ആക്രമണം പ്രതീക്ഷിക്കുകയാണ്. രക്ഷപ്പെടുത്താൻ തുനിയുന്ന ആരെങ്കിലുമുണ്ടോ എന്ന പ്രതീക്ഷയോടെ അയാൾ മുകളിലേക്ക് നോക്കി. ഇല്ല, ആരുമില്ല. പെട്ടെന്നാണ് കല്ലേറും കൂക്കുവിളിയും ഉണ്ടായത്. പുള്ളിപ്പുലിയുടെ ശൗര്യം ഉയർന്നു. അവൾ ആക്രോശത്തോടെ തൻ്റെ അടുത്തേക്ക്. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ താൻ അവളുടെ ആക്രമണത്തിന് ഇരയാവുമെന്ന കാര്യം സുനിശ്ചിതം. അയാൾ വീണ്ടും ദൈന്യതയോടെ മുകളിലേക്ക് നോക്കി. എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാൻ ശ്രമം നടത്തിയെങ്കിലും ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിയതല്ലാതെ പുറത്തേക്ക് വരില്ലെന്ന് അയാൾ അറിഞ്ഞു. കാഴ്ചക്കാർ, കൂട്ടുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാവരും മൊബൈലിലും ക്യാമറയിലും ആക്രമണരംഗം പകർത്താനായി തിക്കിത്തിരക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. പുലിജന്മത്തേക്കാൾ ക്രൗര്യം മനുഷ്യർ കാണുന്ന തിരിച്ചറിവിൽ അയാൾ പുള്ളിപ്പുലിയുടെ ക്രൗര്യത്തിനു മുമ്പിൽ കീഴടങ്ങി.